ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ശംഖുമുഖത്ത് ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞ ഇന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞ് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കിയ പ്ലേസിലാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഗൈസ്, നമ്മൾ കയറി വരുമ്പോ തന്നെ നമ്മളെ പേടിപ്പിക്കാൻ, ഓ മൈ ഗോഡ്, ഇവിടെ ആരാ നിൽക്കുന്നേ? അനങ്ങാനാണെങ്കിൽ അനങ്ങോ? പേടിക്കണ്ട പേടിക്കണ്ട, പേടിയാവത്തില്ല പേടിയാവത്തില്ല. വാ, ലൈറ്റ് വെച്ച് തന്നെ. ഇവിടെ ഒന്നും പേടിയാവത്തില്ല. വാ, ഇവിടെ ഒന്നും ഇല്ലേ? അവിടെ ആരോ നിപ്പുണ്ട്. മക്കളെ വാടേ അണ്ണാ. ഓ മക്കളെ ഓടി വാ. മനസമാധാനമായി ഇരുട്ടത്തിരിക്കാനും സമ്മതിക്കില്ലേ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എണീക്ക് എണീക്ക് എണീക്കാൻ പറഞ്ഞാൽ എണീക്കും. അനുസരണയുള്ള ഭൂതം, അനുസരണയുള്ള ഭൂതമാണ്. എണീക്കാൻ പറഞ്ഞാൽ എണീക്കും. ഇങ്ങനെ വലന്ന് പുഷപ്പെടുക്കാൻ പറ്റും. കവിഴുത് പുഷപ്പെടുത്ത മുഹൂർത്തം തലക്കടിച്ച് കൊന്നതാണ്. നമ്മൾ കനലിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത്. ആഹാ, ഇതാരാ? വല്ലതും തരണേ സാറേ. യെസ്. ഒരുത്തനോട് കെട്ടി തൂക്കിട്ടേക്കാ, കണ്ടോ? എന്റെ കൂടെ രക്ഷിക്കളിയാ. ഗൈസ്, നമ്മൾ അവിടെ തന്നെ വേറെ ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. അതായത് മിറർ മേസ് അല്ലെങ്കിൽ മിറർ റൂം. അതായത് നമ്മൾ ഒരു വശത്തുകൂടി നമ്മൾ കയറിയിട്ട് അതർ സൈഡ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഇറങ്ങണം, എസ്കേപ്പ് ചെയ്യണം. കൈൻഡ് ഓഫ് എൻ എസ്കേപ്പ് റൂം. അപ്പോൾ അവിടെ നമ്മൾ കയറി അവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് കാണാം. ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. ടിക്കറ്റ് ചാർജ് ഓരോ പെർ ഹെഡ് 100 rupees കേട്ടോ. വഴി കണ്ടുപിടിച്ച് പോകണം. തൊട്ട് പോവാ. ഓക്കെ? ഇല്ല, ചിലപ്പോൾ ഗ്ലാസ്സിലൊക്കെ പോയി ഇടിച്ച് നിൽക്കും. കുട്ടപ്പ വേറെ വഴി പോലെ, വെയിറ്റ് ചെയ്യ്. ശരിക്കുള്ള അമ്മേനെ കാണാനില്ല. എവിടെ ശരിക്കുള്ള അമ്മ? എവിടെ ശരിക്കുള്ള അമ്മയെ കാണാനില്ല. നടക്ക് കുട്ടാപ്പുന്നോ. ഇതെവിടെ? എവിടെയാണ്? കാണുന്നില്ല. എങ്ങോട്ടാ ഇനി പോകേണ്ടത്? അറിയില്ല. ഓ ഗൈസ്, we are trapped.
നമുക്കറിയില്ല. അത് വന്ന വഴി ഗൈസ്, ഇതല്ല നമുക്ക് പോകാനുള്ള വഴി എവിടെ? പേടിക്കണ്ട, വഴി കണ്ടുപിടിക്കണം ഗൈസ്. വഴി കണ്ടുപിടിച്ച് വേണം നമ്മൾ അതുവഴി പോവാൻ. ഏമി നോ, അതല്ല വഴി. ഏമി അതല്ല വഴി. വഴി തെറ്റിപ്പോരുത്. ഒരുമിച്ച് നിൽക്ക്. വാ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വാ, let's be together. വാ. കിട്ടി വഴി കിട്ടി. കമോൺ, ഇതാണ് വഴി. യെസ് നമ്മൾ വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ടണൽ ട്വിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും അനങ്ങുന്നുണ്ട്. ഗൈസ്, ഇത് ശരിക്കും നമുക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ട്വിസ്റ്റിംഗ് ടണലിനകത്ത് നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും വരിക. ശംഖുമുഖം, അവിടെ ഹൊറർ ഹൗസ്, മിറർ മേസ്, ട്വിസ്റ്റിംഗ് ടണൽ, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാനും വന്ന് എൻജോയ് ചെയ്യാനുമായിട്ട് ഒത്തിരി സാധനങ്ങൾ. എന്തൊക്കെയാണ് നമ്മുടെ ഹൊറർ ഹൗസിൽ നമുക്ക് ശംഖുമുഖത്ത് ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നമ്മുടെ ഇപ്പോൾ ശംഖുമുഖത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു കൂട്ടം അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാർണിവൽ ഗെയിംസും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഹൊറർ ഹൗസ് തന്നെയാണ്. ഹൊറർ ഹൗസ് നമ്മുടെ ട്രിവാൻഡ്രത്തിനകത്ത് ഇങ്ങനെ വലുതായിട്ടില്ല. ഇവിടെ ഇന്നലെ വന്നത് തന്നെ ഒരുപാട് ജനങ്ങൾ കണ്ട് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടു കൂടിയാണ് പോയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ മിറർ ഹൗസും ടണലും അതുപോലെ തന്നെ അതിന് തുടർന്ന് കൊണ്ട് തന്നെ ടൊള്ളി തിയേറ്റേഴ്സ്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, അങ്ങനെ ശംഖുമുഖത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഒരു ടൂറിസം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലതും ഓപ്പണിങ്ങിനല്ല, ഇപ്പോൾ ഒരു 4-5 ഐറ്റംസാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ബാക്കി വർക്കിംഗ് പ്രോസസ്സിലാണ്. ഈവൻ 2-3 ഡേയ്സിനകത്ത് എല്ലാ സാധനവും നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റും. 10 വർഷം വരേക്കും നമുക്കിവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ ജനങ്ങൾക്ക്, നമ്മൾ സാധാരണക്കാർക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ആസ്വദിക്കുന്ന രീതിയിലാണ് ഞങ്ങളൊരു ടൂറിസം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ശംഖുമുഖത്തിൻ്റെ രൂപം മാറ്റുന്ന രീതിയിൽ കടലുമായിട്ട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഫ്ലൈയിങ് ബോട്ട് ഇറക്കുന്നുണ്ട്. കടലിൽ പറന്ന് വന്ന് ഇറങ്ങുന്ന രീതിയിൽ ബ്ലോട്ട്, അതുപോലെ ക്രൂസ്, അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ശംഖുമുഖം പ്രോജക്റ്റിൽ വരുന്നത്. ഇതിൻ്റെ എൻ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ് റെസ്റ്റോറൻറ്റ്, ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ നമുക്ക് ഈ ട്രിവാൻഡ്രത്തിനകത്ത് നമ്മൾ കേരളത്തിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു ടൂറിസം, അതായത് കടലിൽ, വെള്ളത്തിലായാലും ശരി, കരയിലും എയറിലുമായിട്ട് എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്നൊന്ന് എൻജോയ് ചെയ്യുക, കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ടിക്കറ്റ്സ് കോംബോ ഓപ്ഷൻ ഉണ്ടോ എന്ന് കൂടി ചോദിക്കുക. ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ്. ചില സമയത്ത് അവർ കോംബോ ഓഫർ കൊടുക്കാറുണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വിത്തൗട്ട് യു ഗൈസ് അവർ ചാനൽ വിൽ നെവർ ഗ്രോ. താങ്ക് യു സോ മച്ച്.